ഇന്ന് ഇടവം രാശിയിലെ മകയിരം നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇടവം രാശിയിലെ മകയിര നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലമായിരിക്കും പ്രദാനം ചെയ്യുക, അതായത് വ്യാഴൻ്റെ മാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ്. ഇപ്പോൾ 2025 മെയ് 14 മാറി വന്ന വ്യാഴം 2026 ജൂൺ 2 വരെ ഒരു രാശിക്കുള്ളിൽ നിലകൊള്ളും. അതായത് ഇപ്പോൾ ഇടവം രാശിയുടെ 2ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായ സഞ്ചാരം. ഇത്രയും കാലം വ്യാഴം നിലകൊണ്ടിരുന്നത് ഇടവം രാശിക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ശുക്രൻ്റെ വീടായ ഇടവം രാശിയിൽ ഈ വ്യാഴം നിലകൊള്ളുമ്പോൾ ശത്രുതാ മനോഭാവമാണ്. അതായത് ഒന്നും ചെയ്തു തരില്ല, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം കേൾക്കാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാക്കി തരില്ല വ്യാഴൻ എന്ന് പറയുന്നത്. ശുക്രൻ അത് തടസ്സപ്പെടുത്തും. വരുമാനം വന്നാൽ പോലും വ്യാഴം എന്തെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ചോദിച്ചു നോക്ക്, അവിടെ കിട്ടും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ശുക്രൻ അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തി തരുന്നവരെ കൂടെ പിണക്കി വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്ക് എല്ലായിടങ്ങളും തടസ്സങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്നതാണ്. സ്വന്തം സുഹൃത്തുക്കൾ പോലും ഈ മകയിരക്കാരെ പറ്റിച്ചിരുന്ന ഒരു സാഹചര്യം. പറ്റിച്ചിരുന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല, അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾക്ക് തരാത്തത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്ത ഉപകാരം തിരിച്ച് ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. എന്നാലിപ്പോൾ 2ാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു മാറ്റം വ്യാഴം മാറുമ്പോൾ ഈ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നത് നിങ്ങളുടേതായ രാശിക്ക് 6ാം ഭാവം, 8ാം ഭാവം, അതുപോലെ 10ാം ഭാവം, ഇങ്ങനെയുള്ള ഭാവങ്ങളിലാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത്. അപ്പോൾ 6ാം ഭാവം എന്ന് പറയുന്നത് ഋണരോഗ ശത്രുസ്ഥാനമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആരൊക്കെ ശത്രുതാ മനോഭാവത്തിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലിരുന്നുവോ അവരൊക്കെ തന്നെ മിത്രങ്ങളായി അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ്. സുഹൃത്തുക്കൾ വരെ, നല്ല സുഹൃത്തുക്കൾ വരെ ശത്രുക്കളായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ ശത്രുക്കളായി കണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മാറി, പിണക്കങ്ങളൊക്കെ മാറി ഇണക്കങ്ങളായി നല്ലൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കുടുംബപരമായി ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഉണ്ടായിരുന്നവർക്ക്, ആ ഒരു ഇടങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് വളരെയധികം നല്ല ഫലം തന്നെയാണ്. കാരണം അവരൊക്കെ തന്നെ ഇണക്കത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിന് ഇപ്പോൾ തർക്കങ്ങളോ സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സംശയങ്ങൾക്ക് ഇടയുണ്ടായി ബന്ധങ്ങൾ കോടതിയിലെത്തുന്ന ഒരു സാഹചര്യം വരെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു ഫലം ഇവിടെ മനസ്സിലാക്കാം. അതായത് കോടതിയിൽ 2 പേരും ഒരുമിച്ച് കൊണ്ടുപോയി കൊടുത്ത കേസ് പോലും ഈ കാലഘട്ടത്തിൽ പിൻവലിച്ച് വീണ്ടും ഒരുമിച്ച് ജോയിൻ്റായി ജീവിക്കുന്ന ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവർക്കൊപ്പം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമായി മാറും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 6ാം ഇടത്തിൽ വ്യാഴൻ്റെ ദൃഷ്ടിയാണ് പതിയുന്നത്. അത് നല്ല അനുകൂല ഫലത്തെയായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അല്പാൽപ്പം വീട്ടുവാനായിട്ട് മറ്റ് ആരുടെയെങ്കിലും ഒരു സഹായം ഇതുവരെ ചോദിച്ചിട്ട് കിട്ടാതിരുന്ന് നടത്തുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. അതുപോലെ രോഗാവസ്ഥകൾ, എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറി കിട്ടുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് അതിനുള്ള ശരിയായ മാർഗ്ഗങ്ങളൊക്കെ നേടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ 6ാം ഭാവം കൊണ്ട് ഇങ്ങനെ ശത്രുതാ സ്ഥാനം, കടസ്ഥാനം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ ഇപ്പോൾ അനുകൂലമായി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉള്ളതിനെയൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ 8ാം ഭാവം പെട്ടെന്നുള്ള ആ ഒരു ധനവരവിനെയൊക്കെ കുറിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു നല്ല മാർഗം ലഭിക്കുന്ന, ഒരു തൊഴിലിനൊപ്പം മറ്റൊരു തൊഴിൽ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാം. അതുപോലെ കമ്മീഷൻ ലഭിച്ചു, നേരത്തെ എന്തെങ്കിലുമൊക്കെ പണങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തിരികെ തരാനായിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ കൊടുത്തിട്ട് കിട്ടാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 2,000 ഒക്കെ പെട്ടെന്ന്, അതായത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെയുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ധനവരവൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 10ാം ഭാവമായ തൊഴിൽ ഭാവം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് തരും. അതായത് ഒന്നിൽ കൂടുതൽ തൊഴിൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകയിര നക്ഷത്രക്കാർ കൂടുതലും വളയം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, ആണുങ്ങളായിട്ടൊക്കെ ഉള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഡ്രൈവിംഗ് സംബന്ധപ്പെട്ട ഇടത്ത് ഒരല്പം ഇടവേള സമയങ്ങളിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ചെറിയ ചെറിയ ഓട്ടമൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിലൂടെ ചെറിയ ചില്ലറ കാശൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ വസ്തു സംബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ നിൽക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു ഫലമായിരിക്കും ലഭിക്കുക. ചില കമ്മീഷൻ പോലുള്ളവരൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യം. പൊതുവിൽ ചുരുക്കി പറഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റേതായ ഈ മാറ്റം വളരെയധികം
നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഇടവം രാശിയിലെ മകയിര നക്ഷത്രക്കാർക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ വിദേശത്ത് ഉള്ളവർക്കാണെങ്കിൽ പോലും ഈ ഒരു ഫലം അനുകൂലമായി തന്നെയായിരിക്കും വരിക. ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെ പൊതുവായിട്ടുള്ള ഫലമാണ്, കോടിക്കണക്കിനായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്കുള്ള ഒരു ഫലമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നടക്കുന്നത് നല്ല സമയമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ദിശ ആണെങ്കിൽ നടക്കുന്നത് എങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. വളരെയധികം മോശം അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതായത് ഏതെങ്കിലും ഗ്രഹങ്ങളുടേതായ മോശം അവസ്ഥയിലാണ്, ഇപ്പോൾ കേതുർദശ അങ്ങനെയുള്ള ദിശകളിലൊക്കെയാണ് കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. വരാനുള്ള വരവിനെ വീണ്ടും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ സ്വന്തം ജാതകത്തിനും ഈ പറയുന്ന ഫലങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. പലരും തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ആയി അകന്നിരിക്കുന്ന പലരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ തന്നെ ഒരു അനുകൂലമായൊരു കാലഘട്ടമായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് നേരത്തെ നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചിരുന്നവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ ചിലപ്പോൾ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വീണ്ടും അത് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്ന സാഹചര്യം, ഒരു മെസ്സേജ് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടും ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകും. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ പരസ്പരം അറിഞ്ഞ് ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ സർവ്വകാര്യങ്ങളിലും വിജയം തന്നെയാണ് മകയിരക്കാർക്കും ഇവിടെ എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്ന കാലഘട്ടമാണ്, ഇല്ലാത്തവർക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടം കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിവിടെ രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങളുടേതായ ഒരു മാറ്റം കൂടി ഇതിൻ്റേതായ ഒരു കണക്റ്റഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ അതിനെ ബേസ് ചെയ്ത് ഇനി അതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് മുന്നിലേക്ക് പോയാൽ വിജയിക്കാം. പ്രശ്നങ്ങൾ ഇതുവരെയും ഇല്ലാത്തവർ ഈ കാരണങ്ങളെ ചിന്തിച്ച് ഇനി എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ അവർക്കും വിജയിച്ച് മുന്നിലേക്ക് പോകാമെന്ന് തന്നെയാണ് എനിക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് പറയുവാനായിട്ടുള്ളത്.